ഹായ് എവരി വൺ. മുമ്പ് ട്രിപ്പ് ഇറിഗേഷൻ വീഡിയോ ഇട്ടപ്പോൾ കുറേ ആൾക്കാർ സജസ്റ്റ് ചെയ്ത ഒരു വീഡിയോ ആണ് വീട്ടിൽ മല്ലിയില എങ്ങനെ സക്സസ്ഫുള്ളി ഉണ്ടാക്കിയെടുക്കാൻ എന്ന്. നമ്മൾ വീട്ടിൽ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നതാണ് മല്ലിയില അല്ലെങ്കിൽ കൊറിയാണ്ടർ ലീവ്സ്. മാർക്കറ്റിൽ സുലഭമായിട്ട് കിട്ടുന്നുണ്ടെങ്കിലും കെമിക്കൽസ് അധികമായിട്ട് അടങ്ങിയതായതുകൊണ്ട് തന്നെ വീട്ടിൽ എളുപ്പത്തിൽ വളർത്തിയെടുക്കുന്നതാണ് കൂടുതൽ നല്ലത്. അതിനുവേണ്ട എല്ലാ ടിപ്സ് ആൻഡ് ട്രിക്സ് ഫോളോ ചെയ്താൽ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ വീഡിയോ കംപ്ലീറ്റ് കാണണം. ഈ ഒരു വേ എന്തായാലും ട്രൈ ചെയ്താൽ നല്ല റിസൾട്ട് കാണാൻ പറ്റും. ഇന്ന് യൂസ് ചെയ്യുന്നത് നാംദാരി ബ്രാൻഡഡ് സീഡാണ്. മല്ലിയില അധികം ആൾക്കാർക്കും നന്നാവുന്നില്ല എന്നുള്ള കംപ്ലയിൻറ്റ് വരുന്നത് നല്ല സീഡ് യൂസ് ചെയ്യാത്തതുകൊണ്ടാണ്. ഇതുപോലെ പാക്കറ്റ് ആയിട്ടുള്ള സീഡ് യൂസ് ചെയ്യണം. പാക്കറ്റ് ആകുമ്പോൾ എക്സ്പയറി ഡേറ്റ് ഉണ്ടാവും. നിങ്ങൾ പ്ലാന്റ് ചെയ്യുന്നതിന് മുമ്പ് ഡേറ്റ് എപ്പോഴും ചെക്ക് ചെയ്യണം. പഴയതായ അല്ലെങ്കിൽ ഡേറ്റ് കഴിഞ്ഞ സീഡ് ഒരിക്കലും നല്ല റിസൾട്ട് തരില്ല. ഈ ഒരു പാക്കറ്റിന് 30 റുപ്പീസാണ് വില. ഇനി ഇതിലുള്ള സീഡ് ഒന്ന് പൊട്ടിച്ചെടുക്കണം. ഒരു സീഡിൽ 2 പ്ലാന്റ് ഉണ്ടാവും. അപ്പോൾ പൊട്ടിക്കാതെ ഇട്ടാൽ ഒരു പ്ലാന്റ് ആയിട്ടേ കിട്ടുള്ളൂ. ഇതുപോലെ സാൻഡ് പേപ്പർ വെച്ചിട്ട് തന്നെ പൊട്ടിക്കാൻ ശ്രദ്ധിക്കണം. എന്നാലും സീഡ് ഡാമേജ് ആവാണ്ട് 2ആയിട്ട് കിട്ടുള്ളൂ. അല്ലാതെ എന്തെങ്കിലും എല്ലാം വെച്ച് പൊട്ടിച്ചെടുത്താൽ ഇത്ര പെർഫെക്റ്റ് ആയിട്ട് കിട്ടണമെന്നില്ല. ഇനി ഈ പൊട്ടിച്ചെടുത്ത സീഡ് ഒരു ദിവസം വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കണം. കൂടുതൽ എഫക്റ്റീവ് 1 കപ്പ് വെള്ളത്തിൽ 1 ടീസ്പൂൺ സ്യൂഡോമോണാസ് ഇട്ട വെള്ളത്തിൽ ഇട്ട് വെക്കുന്നതാണ്. സ്യൂഡോമോണാസ് ഒരു ഫംഗിസൈഡാണ്. അത് ഹാൻഡിൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഒരിക്കലും കൈ കൊണ്ട് ടച്ച് ചെയ്യരുത്. സ്പൂൺ ഉപയോഗിച്ച് മാത്രം ഹാൻഡിൽ ചെയ്താൽ മതി. സ്യൂഡോമോണാസ് ഗാർഡനിങ് സ്റ്റഫിലും കിട്ടുന്ന ഷോപ്പിൽ അവൈലബിൾ ആണ്. നിങ്ങൾ അടുത്തുള്ള ഷോപ്പ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി. ഇനി ഇതിന് വേണ്ട മണ്ണ് സെറ്റ് ചെയ്യാം. മേൽമണ്ണും കമ്പോസ്റ്റും ചകിരിച്ചോറും ഒരേ പ്രൊപ്പോർഷനിൽ വേണം എടുക്കാൻ. മല്ലിൻ്റെ വിത്തിൻ്റെ ഗ്രോത്തിന് മെയിൻ ആയിട്ട് വേണ്ടത് മണ്ണ് എപ്പോഴും വെറ്റായിരിക്കണം. അതുകൊണ്ട് തന്നെ ചകിരിച്ചോറ് കുറേ അധികം വെള്ളം വലിച്ചെടുത്ത് ഈർപ്പ് ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇത് കംപ്ലീറ്റ് മിക്സ് ചെയ്ത് ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ദിവസം സോക്ക് ചെയ്ത് വെച്ച സീഡ് ഇട്ട് കൊടുക്കാം. സീഡ് ഇട്ട് കഴിഞ്ഞാൽ മണ്ണ് എപ്പോഴും വെറ്റായിരിക്കണം മീൻസ് അധികമായിട്ട് വെള്ളം ഒഴിച്ചു പോകരുത്. ഇടയ്ക്കിടെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. മണ്ണ് തൊട്ടാൽ നനവുണ്ടായിരിക്കണം എന്ന് മാത്രം. മിനിമം 10 ദിവസമെങ്കിലും എടുക്കും ഇത് സ്പ്രൗട്ട് ആവാൻ, അതായത് മുളച്ച് വരാൻ. അപ്പോൾ ക്ഷമയോടെ വെയിറ്റ് ചെയ്താൽ 10 ദിവസം ആയാലും ഇതുപോലെ ഗ്രോത്ത് കാണാൻ പറ്റും. വെള്ളം ഒഴിക്കുന്നതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുള്ളൂ. ഇവിടെ ഡ്രിപ്പ് ഇറിഗേഷൻ സിസ്റ്റം ആയതുകൊണ്ട് ഡ്രോപ്പ് ആയിട്ട് വെള്ളം കിട്ടുന്നത്. നിങ്ങൾക്ക് ഇതുപോലുള്ള സെറ്റപ്പ് ഇല്ലെങ്കിലും തീരെ ഫോഴ്സ് ഇല്ലാണ്ട് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ പെട്ടെന്ന് ചീഞ്ഞു പോവും. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്ത് എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് ഡൗട്ട്സ് ഓർ ഫീഡ്ബാക്ക് താഴെ കമൻറ്റ് ബോക്സിലോ അല്ലെങ്കിൽ ഞാൻ ഇൻസ്റ്റാഗ്രാം ID ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, അതിലോ മെസ്സേജ് ചെയ്യണം. വീഡിയോ ഹെൽപ്ഫുൾ ആണെന്ന് തോന്നിയെങ്കിൽ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയിൽ ഷെയർ ചെയ്യണം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരെ കീപ് വാച്ചിങ്. ബൈ.